നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന സംഭവങ്ങൾ. ജില്ലയിലും ഇനി റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്. പ്രശ്നബാധിത പ്രദേശങ്ങളിൽ സേന സന്ദർശിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ എ ശ്രീനിവാസ. ജൂലൈ 25-ന്റെ ബസ് പണിമുടക്ക് പിൻവലിച്ചു. ആവശ്യങ്ങൾ അംഗീകരിക്കുമെന്ന് തൊഴിൽ മന്ത്രിയുടെ ഉറപ്പ്. LBS എഞ്ചിനീയറിംഗ് കോളേജിൽ വിദ്യാർത്ഥികൾ പ്രക്ഷോഭത്തിൽ. SFIയുടെ നേതൃത്വത്തിൽ നിരാഹാര സമരം. ബസ് അപകടത്തിൽ സ്ത്രീ മരിച്ച സംഭവത്തിൽ ജില്ലാ പോലീസിന്റെ നടപടി. ബസിന്റെയും ഡ്രൈവറുടെയും പെർമിറ്റും ലൈസൻസും റദ്ദാക്കിയേക്കും. വളർത്തുപൂച്ചയുടെ പേരിൽ ആധാർ കാർഡ്. 2 പേർക്കെതിരെ കേസ്. വാർത്തകൾ വിശദമായി. ബസ് അപകടം, ബസിന്റെ പെർമിറ്റും ഡ്രൈവറുടെ ലൈസൻസും റദ്ദാക്കിയേക്കും. ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ എ ശ്രീനിവാസയാണ് ഇക്കാര്യം അറിയിച്ചത്. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്ത്രീ മരിച്ചതിനെ തുടർന്നാണ് ഈ നടപടി. കാസർകോട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്ത്രീ മരിക്കാനിടയായ സംഭവത്തിൽ ബസിന്റെ പെർമിറ്റും ഡ്രൈവറുടെ ലൈസൻസും റദ്ദാക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ എ ശ്രീനിവാസ അറിയിച്ചു. കറക്റ്റായിട്ട് എന്താണ് ഇന്നലെ സംഭവിച്ചത്, ആ ബസ്സാണ് തട്ടിയത്, വേറെ എന്തെങ്കിലും സംഭവം ഉണ്ടായിരുന്ന, അതല്ലാതെ ഇന്നലെ പോയിട്ട് മദ്യപിച്ചിട്ടുണ്ടെന്ന് പരിക്കുക എക്സാമിനേഷൻ നടത്തി ആൾ മദ്യത്തിൽ ആയില്ലായിരുന്നു. ആളിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ക്യാൻസൽ ചെയ്യാൻ നടപടി സ്വീകരിക്കുന്നുണ്ട്. പെർമിറ്റ് വയലേഷൻ എന്തെങ്കിലും ഉണ്ടാ നോക്കാം. ബസ്സിൻ്റെ പെർമിറ്റ് വയലേഷൻസ് എന്തെങ്കിലും നോക്കിയിട്ട് പെർമിറ്റ് വയലേഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെതിരെ നടപടി സ്വീകരിക്കും. ഭർത്താവിന്റെ കൂടെ ബൈക്കിൽ യാത്ര ചെയ്യവെയാണ് അണങ്കൂരിലെ ഹനീഫയുടെ ഭാര്യ റസിയ വ്യാഴാഴ്ച ബസ് സ്റ്റാൻഡിനടുത്ത് ബസിന്റെ ചക്രം തലയിൽ കയറി മരിച്ചത്. ഇതിൽ പ്രകോപിതരായ നാട്ടുകാർ ബസ് തകർത്തിരുന്നു. മുണ്ടിയത്തടുക്ക കാസർഗോഡ് റൂട്ടിലോടുന്ന മഹാഗണേഷ് ബസിന്റെ പെർമിറ്റാണ് റദ്ദാക്കിയത്. ബസിന്റെ അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്ന് ആക്ഷേപമുണ്ട്. ജനങ്ങളെ നിയന്ത്രിക്കാൻ പോലീസിന് നന്നേ പാടുപെടേണ്ടി വന്നു. അതിനിടയിൽ ബസ് ജീവനക്കാരെ പോലീസ് സംരക്ഷിക്കുന്നു എന്ന പരാതിയും നാട്ടുകാരിൽ നിന്നുണ്ടായി. കാസർകോട്ട് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് എത്തി. സുരക്ഷാ സംവിധാനം കൂടുതൽ ശക്തമാക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി. സംഘർഷബാധിത പ്രദേശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ജില്ലയിലെത്തിയതായി ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ എ ശ്രീനിവാസ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കോയമ്പത്തൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന 105 ബറ്റാലിയൻ സേനയാണ് ജില്ലയിലെത്തിയത്. ഇന്നു മുതൽ ഒരാഴ്ചക്കാലം ഈ സേന ഇവിടെ ഉണ്ടാകും. 57 ഉദ്യോഗസ്ഥരാണ് ഈ സേനയിലുള്ളത്. അതീവ പ്രശ്നബാധിത പ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് ആത്മധൈര്യം പകർന്നു നൽകുകയാണ് RAFന്റെ ലക്ഷ്യമെന്ന് ഡെപ്യൂട്ടി കമാൻഡർ MG നായർ പറഞ്ഞു. ഏതെങ്കിലും ഫ്യൂച്ചറിൽ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ആ ഏരിയയിൽ വളരെ സ്ട്രിക്റ്റായിട്ട് എങ്ങനെ ശാന്തി വ്യവസ്ഥ പുനഃസ്ഥാപിക്കാമെന്നുള്ളത് പഠിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ജനങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം, അതായത് നമ്മൾ എന്തെങ്കിലും അങ്ങനെയുള്ളൊരു ക്രൈസിൽ എത്തുമ്പോൾ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ഫോഴ്സ് ഉണ്ടെന്നുള്ളൊരു ആ ജനങ്ങളിലുള്ള ഒരു വിശ്വാസം ഉണ്ടാവും. ജനങ്ങളുമായിട്ട് നല്ല റിലേഷൻ. അതുകൂടാതെ എല്ലാ ഏരിയകളിലുള്ള ശാന്തി കമ്മിറ്റികൾ, പീസ് കമ്മിറ്റികൾ ഉണ്ടാവും. ആ പെർമനന്റ് കുറേ ആൾക്കാരുണ്ട്. അവരെയൊക്കെ കണ്ടിട്ട് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് സംസാരിക്കുക. ഈ എല്ലാ ഉദ്ദേശത്തിനും കൂടിയാണ് 7 ദിവസം ഫെമിലറൈസേഷൻ ട്രെയിനിങ് ഈ കാസർഗോഡ് ജില്ലയിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പ്രശ്നബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തും. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കും. അതാത് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള SIമാർ, CIമാർ എന്നിവരാണ് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ എത്തിക്കുക. ജില്ലാ പോലീസ് മേധാവി നിർദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ ഈ സേനയുടെ സേവനം ലഭ്യമാകും. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന് വജ്രവാഹനവും വിവിധ തരത്തിലുള്ള ഗ്രനേഡുകളും AK-47 അടക്കമുള്ള എല്ലാ സാമഗ്രികളുമുണ്ട്. ഇവയുടെ ഉപയോഗങ്ങളെക്കുറിച്ച് SP-യും ഡെപ്യൂട്ടി കമാൻഡറും വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു. വേറെ ക്രമസമാധാന പ്രശ്നങ്ങൾ ഇല്ലാത്ത സമയത്ത് ആൾക്കാർ ഫെമിലറൈസേഷൻ എക്സസൈസസ്, അവരുടെ ഏരിയ ഓഫ് റെസ്പോൺസിബിലിറ്റി, ആ ഏരിയ ഓഫ് റെസ്പോൺസിബിലിറ്റി ഉള്ളിൽ പോയിട്ട് ഫെമിലറൈസേഷൻ എക്സസൈസസ് മീൻസ് ആ സ്ഥലത്ത് പോയിട്ട് നാളെ എന്തെങ്കിലും സംഭവമെങ്കിൽ ഈ ആൾക്കാർ ഇവിടേക്ക് വരേണ്ട ആൾക്കാരാണ്. അതുകൊണ്ട് ഈ മുമ്പ് ഫ്രീ ഉള്ള സമയത്ത് ഈ ആൾക്കാർ വന്നിട്ട് ഫെമിലറൈസേഷൻ എക്സസൈസസ് ആണ് നടത്തുക. അതാണ് അവരുടെ ഉദ്ദേശം. അതിൽ ഭാഗമായിട്ട് ഈ ആൾക്കാർ ഇന്ന് 4 ദിവസത്തേക്ക് ഇവിടെ ഉണ്ടാകും. ഈ ബറ്റാലിയൻ 23/7/2015 മുതൽ 29/7/2015 വരെ ഈ ബറ്റാലിയൻ ഇവിടെ ഉണ്ടാകും. അടിക്കടി ഉണ്ടാകുന്ന സംഘർഷങ്ങൾക്ക് അറുതി വരുത്താൻ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന് കഴിയുമെന്ന് പ്രത്യാശിക്കുന്നു. LBS എഞ്ചിനീയറിംഗ് കോളേജിൽ SFIയുടെ നിരാഹാര സമരം. പുറത്താക്കിയ വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കണമെന്ന ആവശ്യം ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു. 2015 മാർച്ച് 20 LBS കോളേജിൽ നടന്ന അക്രമ സംഭവങ്ങളിൽ ഉൾപ്പെട്ട പ്രതികളെ സസ്പെൻഡ് ചെയ്യുക,
ഒരാഴ്ച മുമ്പ് കോളേജിൽ നടന്ന സംഘർഷത്തിന്റെ പേര് പറഞ്ഞ് പുറത്താക്കിയ വിദ്യാർത്ഥികളെ ഉടൻ തിരിച്ചെടുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് LBS എഞ്ചിനീയറിംഗ് കോളേജിൽ SFI നിരാഹാര സമരം ആരംഭിച്ചു. ഇതേ കാരണത്തിന് SFI കഴിഞ്ഞ ദിവസം പഠിപ്പ് മുടക്കിയിരുന്നെങ്കിലും അധികാരികളുമായി നടത്തിയ ചർച്ച പരാജയപ്പെടുകയായിരുന്നു. ഇതേ തുടർന്നാണ് SFI നിരാഹാര സമരത്തിലേക്ക് നീങ്ങിയത്. നിരാഹാര സമരം SFI ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു. വളരെ ഏകപക്ഷീയമായി മുസ്ലിം ലീഗിന് ആവശ്യമായ എല്ലാ സഹായവും ചെയ്തുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ സെക്രട്ടറിയുടെ ആഹ്വാനത്തിനനുസരിച്ച് ഭരിക്കുന്ന ഒരു നിലയിലേക്ക് LBS എഞ്ചിനീയറിംഗ് കോളേജ് കാസർഗോഡ് ജില്ലയിലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാമ്പസിനെ ആ നിലയിൽ ഇവിടെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി തയ്യാറാകുന്നത് വിദ്യാർത്ഥികളുടെ ജനാധിപത്യപരമായ എല്ലാ അവകാശങ്ങളും പാലിച്ച് തെരഞ്ഞെടുപ്പ് പൂർണ്ണമായി കൃത്യതയോടെ നടത്താൻ വേണ്ടി തയ്യാറാകുന്നില്ല. തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചും MSFകാരനും KSUകാരനും അനുകൂലമാക്കുന്നതിനാവശ്യമായ സമീപനമെല്ലാം സ്വീകരിക്കുന്നു. അങ്ങേയറ്റം വിദ്യാർത്ഥി വിരുദ്ധമായ നിലപാടുകളാണ് ഇവിടുത്തെ പ്രിൻസിപ്പൾ സ്വീകരിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ നോമിനിയായി കടന്നു വന്നതിന് ശേഷം കഴിഞ്ഞ 2-3 വർഷക്കാലമായി SFI ഈ കോളേജിൽ നിറഞ്ഞു നിൽക്കുന്ന സംഘടനയെ തകർക്കുന്നതിനാവശ്യമായ നീക്കമാണ് നടക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ നിരാഹാര സമരമാണ് ഇന്ന് ആരംഭിച്ചിട്ടുള്ളത്. യൂണിറ്റ് പ്രസിഡന്റ് CP അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ചു. SFI ജില്ലാ പ്രസിഡന്റ് വൈശാഖ്, ജോയിന്റ് സെക്രട്ടറി സുഭാഷ് പാടി, അഖിൽ മാണിക്കോത്ത് എന്നിവർ പ്രസംഗിച്ചു. പ്രശ്നത്തിന് എത്രയും വേഗം പരിഹാരമുണ്ടാക്കിയില്ലെങ്കിൽ ഇനിയും കൂടുതൽ ശക്തമായ സമരപരിപാടികളുമായി SFI മുമ്പോട്ട് പോകുമെന്ന് നേതാക്കൾ അറിയിച്ചു. ശനിയാഴ്ച നടത്താനിരുന്ന ബസ് പണിമുടക്ക് പിൻവലിച്ചു. ബസ് ട്രാൻസ്പോർട്ടേഴ്സ് വർക്കേഴ്സ് ഫെഡറേഷനാണ് സമരത്തിന് മുന്നിട്ടിറങ്ങിയത്. തൊഴിൽ മന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്വകാര്യ ബസ് തൊഴിലാളികൾ ജൂലൈ 25 മുതൽ നടത്താനിരുന്ന പണിമുടക്ക് സമരം പിൻവലിച്ചു. സ്വകാര്യ ബസ് തൊഴിലാളികളുടെ ഫെയർ വേജസ് പുതുക്കി നിശ്ചയിക്കുക, ദേശസാൽകൃത റൂട്ടിലെ സ്വകാര്യ ബസ് പെർമിറ്റ് പുതുക്കുക, ക്ഷേമനിധി ആനുകൂല്യം വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബസ് ട്രാൻസ്പോർട്ടേഴ്സ് വർക്കേഴ്സ് ഫെഡറേഷൻ സമരത്തിന് തയ്യാറായി രംഗത്ത് വന്നത്. ഇന്നലെ തൊഴിൽ വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോണുമായി നടത്തിയ ചർച്ചയിൽ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാമെന്ന് ഉറപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. ആധാർ എടുത്ത് വഴിയാധാരമായി. വളർത്തുപൂച്ചയുടെ ആധാർ കാർഡിന് അപേക്ഷ നൽകിയ അസീസിനും മൊഗ്രാൽ പുത്തൂരിലെ അക്ഷയ കേന്ദ്രത്തിനുമെതിരെ കേസെടുത്തു. വളർത്തുപൂച്ചയെ വിദേശത്ത് കൊണ്ടുപോകാനായിരുന്നു ആധാർ കാർഡിന് അസീസ് അപേക്ഷ നൽകിയത്. പൊന്നുരുക്കുന്നിടത്ത് മാത്രമല്ല ആധാർ കാർഡിലും പൂച്ചയ്ക്ക് കാര്യമുണ്ടെന്ന് തെളിയിക്കുകയാണ് അസീസ് അലിയുടെ വിവാദ പൂച്ച. വളർത്തുപൂച്ചയെ വഴിയാധാരമാക്കാതെ തനിക്കൊപ്പം കടൽ കടത്താനൊരുങ്ങി കെണിയിലായത് കാസർഗോഡ് ജബീൽ മൻസിലിലെ അസീസ് അലിയും മൊഗ്രാൽ പുത്തൂരിലെ അക്ഷയ ജീവനക്കാരിയുമാണ്. ജൂൺ 17-നാണ് വളർത്തുപൂച്ചയ്ക്ക് ആധാർ കാർഡിനായി അസീസ് അലി മൊഗ്രാൽ പുത്തൂരിലെ അക്ഷയ കേന്ദ്രത്തിൽ അപേക്ഷ സമർപ്പിച്ചത്. വളർത്തുമൃഗങ്ങളെ വിദേശത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ പ്രത്യേക രേഖകൾ വേണമെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നായിരുന്നു അസീസ് അപേക്ഷ നൽകിയത്. ആധാർ കാർഡ് അനുവദിക്കുന്നതിന് മുന്നോടിയായി ബംഗളൂരുവിലെ റീജിയണൽ ആധാർ കേന്ദ്രത്തിൽ നടന്ന പരിശോധനയിലാണ് പൂച്ചയുടെ ചിത്രമുള്ള അപേക്ഷ ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് റീജിയണൽ ആധാർ കാർഡ് അഡീഷണൽ ഡയറക്ടർ DM ഗുജ്റാളിന്റെ പരാതിയിൽ കാസർഗോഡ് ടൗൺ SI രാജശേഖരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അന്വേഷണം തുടങ്ങി. FIR രജിസ്റ്റർ ആയിട്ടുണ്ട്. അത് മനഃപൂർവ്വമാണോ തമാശയാണോ എന്തെങ്കിലും വേറെ ദുരൂഹത എന്തെങ്കിലും ഉണ്ട് അന്വേഷിക്കുന്നുണ്ട്. കാസർഗോഡ് SI അന്വേഷിക്കുന്നുണ്ട്. കാസർഗോഡ് CA സൂപ്പർവൈസറിനുണ്ട്. എന്നാണോ ഉദ്ദേശം, തമാശയ്ക്ക് വേണ്ടിയിട്ട് ചെയ്താണോ മനഃപൂർവ്വം ചെയ്താണോ അന്വേഷിക്കാം. അങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ആയിട്ടുണ്ട്. അന്വേഷിക്കാം. അത് ഒരു എന്താണ് കാര്യം മനസ്സിലാക്കിയിട്ട് പിന്നെ നടപടി സ്വീകരിക്കാം. എന്തായാലും പൂച്ചയ്ക്ക് പൗരത്വം നൽകാൻ ആധാർ കാർഡ് തയ്യാറാക്കിയതിനു പിന്നിൽ ജില്ലാ അക്ഷയ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥർക്കും പങ്കുള്ളതായി പോലീസ് അറിയിച്ചു. ക്ഷേത്രക്കുളത്തിൽ മുങ്ങി മരിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തി. കുമ്പള കണിപ്പുര ശ്രീ ഗോപാലകൃഷ്ണ ക്ഷേത്രക്കുളത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇന്ന് രാവിലെയാണ് സംഭവം. കുമ്പള കണിപുര ശ്രീ ഗോപാലകൃഷ്ണ ക്ഷേത്രക്കുളത്തിൽ ഒരാളെ മരിച്ച നിലയിൽ കണ്ടെത്തി. കുമ്പള കുണ്ടങ്കേറെടുക്ക താമസക്കാരനായ അണ്ണിയെയാണ് മുങ്ങി മരിച്ച നിലയിൽ കണ്ടത്. ഇയാൾക്ക് 42 വയസ്സുണ്ട്. പീഡികത്തിണ്ണയിലും അമ്പല പരിസരങ്ങളിലും എന്നും കണ്ടുവരുന്ന ഇദ്ദേഹം ക്ഷേത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന നിവേദ്യം കഴിച്ചാണ് ജീവിതം തള്ളി നീക്കുന്നത്. കൈനോട്ടമാണ് മുഖ്യ തൊഴിൽ. ഭാര്യ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു. ഇദ്ദേഹത്തിനൊരു മകനുണ്ട്. മലപ്പുറത്ത് കോൺക്രീറ്റ് പണി ചെയ്യുന്ന മകനുമായി ഇയാൾക്ക് ബന്ധമില്ലെന്നാണ് അറിഞ്ഞത്. വെള്ളിയാഴ്ച രാവിലെ അമ്പലത്തിന് സമീപം ഇയാളെ കണ്ടവരുണ്ട്. 11:30 മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കുമ്പളയിലെ രാമയ്യയുടെ മകനാണ് അണ്ണി. മരണകാരണം വ്യക്തമല്ല. സർക്കാർ അഴിമതിക്കെതിരെ ABVP കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രകടനവും പൊതുപരിപാടിയും സംഘടിപ്പിച്ചു. ABVP സംസ്ഥാന സെക്രട്ടറി A പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. സർക്കാരിന്റെ അഴിമതിക്കും വിദ്യാഭ്യാസ കച്ചവടത്തിനുമെതിരെ ABVP കാസർഗോഡ് ജില്ലാ കമ്മിറ്റി വെള്ളിയാഴ്ച പ്രകടനവും പൊതുപരിപാടിയും സംഘടിപ്പിച്ചു.
കാസർഗോഡ് മല്ലികാർജുന ക്ഷേത്ര പരിസരത്തു നിന്ന് ആരംഭിച്ച വിദ്യാർത്ഥി റാലി കറന്തക്കാട് സർക്കിൾ ചുറ്റി പുതിയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. ABVP ജില്ലാ ജോയിന്റ് കൺവീനർ പ്രണവ് കെ സ്വാഗതം പറഞ്ഞു. ABVP ജില്ലാ കൺവീനർ വൈശാഖ് കേളോത്ത് അധ്യക്ഷത വഹിച്ചു. ABVP സംസ്ഥാന സെക്രട്ടറി A പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. ഈ രാഷ്ട്രത്തിന്റെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അതിന് തരണം ചെയ്യുന്ന തലമുറയെ സൃഷ്ടിച്ചെടുക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് ABVP. കേവലം വിദ്യാഭ്യാസ മേഖലയിലെ വിഷയങ്ങൾ മാത്രം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ്. ഈ നാട്ടിലെ മുഴുവൻ പ്രശ്നവും ഈ നാട് നേരിടുന്ന ഏതൊരു വിഷയവും ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഘടന എന്ന നിലയിൽ തീർച്ചയായിട്ടും ഇന്ന് കേരളം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ പൊതുസമൂഹം മുഴുവൻ ഒരു പ്രശ്നത്തിന് നടുവിൽ നിൽക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് കാണുന്നത് അഴിമതി. ഈ അഴിമതിക്കെതിരെയുള്ള വലിയൊരു മുന്നേറ്റത്തിന് വിദ്യാർത്ഥികളെ അണിനിരത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് കേരളത്തിൽ എല്ലാ ജില്ലകളിലും അഴിമതിക്കെതിരെയുള്ള വിദ്യാർത്ഥി സമ്മേളനമായിട്ട് മുന്നോട്ട് പോകുന്നത്. കണ്ണൂർ വിഭാഗ് കൺവീനർ K രഞ്ജിത്ത്, പ്രശാന്ത് ബള്ളുള്ളായ എന്നിവർ സംസാരിച്ചു. അജയ് കൃഷ്ണൻ നന്ദി പറഞ്ഞു. ബങ്കര മഞ്ചേശ്വര ശ്രീ കാളിക പരമേശ്വര ക്ഷേത്രത്തിൽ ചാതുർമാസ വ്രതാചരണം ജൂലൈ 31 തുടങ്ങും. സ്വാമി കാളഹസ്തേന്ദ്ര സരസ്വതിയുടെ കാർമ്മികത്വത്തിലാണ് പരിപാടി. ബങ്കര മഞ്ചേശ്വര ശ്രീ കാളിക പരമേശ്വരി ക്ഷേത്രത്തിൽ ജൂലൈ 31 മുതൽ സെപ്റ്റംബർ 28 വരെ നടക്കുന്ന ചാതുർമാസ വ്രതാചരണത്തിന് സംഘാടക സമിതി രൂപീകരിച്ചതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 60 ദിവസങ്ങളിലായി നടക്കുന്ന ചാതുർമാസ വ്രതാചരണത്തിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് കാളഹസ്തേന്ദ്ര സരസ്വതി സ്വാമികളാണ്. ഇദ്ദേഹത്തെ തലപ്പാടി മുതൽ നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ മഞ്ചേശ്വരത്തേക്ക് വരവേൽക്കും. തലപ്പാടി വിശ്വാസ് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ചടങ്ങിൽ മംഗലാപുരം MP നളിൻ കുമാർ ഖട്ടിൽ, മുൻമന്ത്രി B നാഗരാജ് ഷെട്ടി തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും. 11ാമത്തെ ചാതുർമാസ വ്രതാചരണത്തിന്റെ ഭാഗമായിട്ടാണ് സ്വാമിയെ ಕ್ಷೇತ್ರത്തിലേക്ക് ಆನಯಿക്കുന്നത്. ಇದೇ ಬರುವ 31/7/2015 ಗುರು ಪೂರ್ಣಿಮೆಯ ದಿನದಿಂದ ಪ್ರಾರಂಭವಾಗಿ 28/9/2015 ತನಕ 60 ದಿವಸಗಳ ಕಾಲ ನಿರಂತರವಾಗಿ ಈ ಚಾತುರ್ಮಾಸ ವ್ರತ ಇಲ್ಲಿ ನಡೆಯುತ್ತಿದೆ. ಈ 60 ದಿವಸಗಳಲ್ಲಿ ಕೂಡ ದಿನನಿತ್ಯ ಪಾದ ಪೂಜೆ, ಭಜನಾದಿಗಳು, ಅದೇ ರೀತಿಯಲ್ಲಿ ಪಾರಾಯಣಾದಿಗಳು, ಸಾಂಸ್ಕೃತಿಕ ಕಾರ್ಯಕ್ರಮಗಳು, ಸಭಾ ಕಾರ್ಯಕ್ರಮಗಳು, ಆಶೀರ್ವಚನ ಗುರುಗಳ ಈ ರೀತಿ ಎಲ್ಲ ಕಾರ್ಯಕ್ರಮ ಒಳ್ಳೆ ರೀತಿ ನಡೆದಿದೆ. ಧಾರ್ಮಿಕ ಸಾಂಸ್ಕೃತಿಕ ಕಾರ್ಯಕ್ರಮಗಳು ಮತ್ತು ಭೌತಿಕವಾದಂತಹ ಕಾರ್ಯಕ್ರಮಗಳ ಜೊತೆಗೆ ನಾವು ಅಳವಡಿಸಿಕೊಂಡಿದ್ದೇವೆ. വാർത്താ സമ്മേളനത്തിൽ ധർമ്മേന്ദ്ര ആചാര്യ, N ഉമേഷ് ആചാര്യ, KM ജനാർദ്ദന, ഗോപാല ഷെട്ടി, അരിബൈലു, കമലാക്ഷ ആചാര്യ എന്നിവർ സംബന്ധിച്ചു. MSMEയുടെ നേതൃത്വത്തിൽ ചെറുകിട വ്യവസായികൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ജില്ലാ വ്യവസായ കേന്ദ്രം, നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് എന്നിവയുടെ സഹകരണത്തോടെയാണ് ശില്പശാല സംഘടിപ്പിച്ചത്. ജില്ലയിലെ ചെറുകിട വ്യവസായ സംരംഭകർക്കായി കാഞ്ഞങ്ങാട് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ അസോസിയേഷന്റെ സഹകരണത്തോടെയാണ് ശില്പശാല സംഘടിപ്പിച്ചത്. MSME ഡെപ്യൂട്ടി ഡയറക്ടർ GS പ്രകാശ് അധ്യക്ഷനായി. ജില്ലാ കളക്ടർ PS മുഹമ്മദ് സഗീർ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. അതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള ഇതാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുന്നത്. ഇതിനൊക്കെ കുറേയധികം ഉദാഹരണങ്ങളുണ്ട്. ഈ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരു ബ്രാൻഡ് നെയിമിലായിരിക്കും ചിലപ്പോൾ ഒരു സ്ഥാപനത്തിന്റെ വിജയം. ആ ബ്രാൻഡ് നെയിം ചെറിയ വ്യത്യാസം വരുത്തിയിട്ട് ഏതാണ്ട് അതുപോലെ നോക്കുന്ന അതൊരു കബളിപ്പിക്കലാണ്. കേരള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ അസോസിയേഷൻ പ്രസിഡന്റ് K രവീന്ദ്രൻ, KR ബൽരാജ്, മോഹനൻ നമ്പീശൻ എന്നിവർ സംസാരിച്ചു. വിവിധ വിഷയങ്ങളിൽ ഡോക്ടർ VP ബാലഗംഗാധരൻ, ശ്യാം പത്മനാഭൻ തുടങ്ങിയവർ ക്ലാസ് എടുത്തു. ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ O രാജേന്ദ്രൻ സ്വാഗതം പറഞ്ഞു. KSRTC എംപ്ലോയീസ് അസോസിയേഷൻ യൂണിറ്റ് സമ്മേളനം നടത്തി. മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലായിരുന്നു പരിപാടി. KSRTC എംപ്ലോയീസ് അസോസിയേഷൻ കാസർഗോഡ് യൂണിറ്റ് സമ്മേളനം മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്നു. സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി B രമേശൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 2 വർഷക്കാലം ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് അസോസിയേഷൻ എന്ന KSRTC തൊഴിലാളികളുടെ സമര ട്രേഡ് യൂണിയൻ സംഘടന യൂണിറ്റ് തലത്തിൽ, ജില്ലാ തലത്തിൽ, സംസ്ഥാന തലത്തിൽ ഏറ്റെടുത്ത പോരാട്ടങ്ങൾ, ഏറ്റെടുത്ത പ്രക്ഷോഭങ്ങൾ, സംഘടനാപരമായി എടുത്ത നിലപാടുകൾ എല്ലാം ചർച്ചയ്ക്ക് വിധേയമാക്കുന്ന സമ്മേളനമാണ് സംഘടനാ സമ്മേളനം.
യൂണിറ്റ് പ്രസിഡന്റ് കെ കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം ലക്ഷ്മണൻ, ഓർഗനൈസിംഗ് സെക്രട്ടറി സജിത് സദാനന്ദൻ, ജില്ലാ സെക്രട്ടറി മോഹൻകുമാർ പാടി, കെ ഗണേശൻ, പി വി രതീശൻ, കെ എം ബാലകൃഷ്ണൻ, പി കുഞ്ഞിക്കണ്ണൻ, സി ബാലകൃഷ്ണൻ, എം സന്തോഷ്, എം എസ് കൃഷ്ണകുമാർ, പി കുഞ്ഞിരാമൻ എന്നിവർ പ്രസംഗിച്ചു. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ഡിപ്പോയിലെ ജീവനക്കാരുടെ മക്കളെ അനുമോദിച്ചു. കണ്ണൂർ സർവകലാശാല യൂണിയന്റെ നേതൃത്വത്തിൽ സഞ്ചരിക്കുന്ന പുസ്തകോത്സവം തുടങ്ങി. മുഴുവൻ കലാലയങ്ങളിലും പുസ്തകവണ്ടിയെത്തും. ഫാസിസത്തിനും വർഗീയതയ്ക്കുമെതിരെ അക്ഷരങ്ങളെ ആയുധമാക്കുക എന്ന സന്ദേശവുമായി സഞ്ചരിക്കുന്ന പുസ്തകോത്സവം പ്രയാണം തുടങ്ങി. കണ്ണൂർ സർവകലാശാല യൂണിയന്റെ നേതൃത്വത്തിലാണ് സഞ്ചരിക്കുന്ന പുസ്തകോത്സവം സംഘടിപ്പിക്കുന്നത്. കാഞ്ഞങ്ങാട് നിത്യാനന്ദ എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്ന പരിപാടിയിൽ യൂണിവേഴ്സിറ്റി യൂണിയൻ ജോയിന്റ് സെക്രട്ടറി KV ശ്യാംചന്ദ്രൻ പദ്ധതി വിശദീകരിച്ചു. യൂണിവേഴ്സിറ്റി യൂണിയന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കാനിടയായ സാഹചര്യം നമുക്കറിയാം. ഇന്ന് ക്യാമ്പസിനകത്ത് വർഗീയതയും അരാഷ്ട്രീയതയും അരാജകത്വവും ക്യാമ്പസിനകത്ത് നിറഞ്ഞാടുന്ന ഒരു വർത്തമാനകാലത്ത് ഇതിനെയെല്ലാം പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, നാം ഇലക്ട്രോണിക്സും കമ്പ്യൂട്ടർ സയൻസും എല്ലാം പഠിക്കുന്ന വേളയിൽ ഈ വിദ്യാഭ്യാസം എന്നതുകൊണ്ട് എന്ത് നേടി എന്നുള്ളൊരു ചോദ്യത്തിന് നല്ലൊരു ജോലി നേടി എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് നല്ലൊരു സംസ്കാര സമ്പന്നതയുള്ള ഒരു ജീവിതം നേടി എന്ന് പറയുന്നതാവണം ശരിയായ ഉത്തരം. VP അമ്പിളി അധ്യക്ഷയായി. കെ ബജിത്ത്, സിദ്ധാർത്ഥ്, രവീന്ദ്രൻ, രഞ്ജിനി തുടങ്ങിയവർ സംസാരിച്ചു. സഞ്ചരിക്കുന്ന പുസ്തകോത്സവത്തിൽ 1200ഓളം പുസ്തകങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലുള്ള മുഴുവൻ ക്യാമ്പസുകളിലും പുസ്തകവണ്ടി സഞ്ചരിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിലും ഇനി റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്. പ്രശ്നബാധിത പ്രദേശങ്ങളിൽ സേന സന്ദർശിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ A. ശ്രീനിവാസ. ജൂലൈ 25-ന്റെ ബസ് പണിമുടക്ക് പിൻവലിച്ചു. ആവശ്യങ്ങൾ അംഗീകരിക്കുമെന്ന് തൊഴിൽ മന്ത്രിയുടെ ഉറപ്പ്. LBS എഞ്ചിനീയറിംഗ് കോളേജിൽ വിദ്യാർത്ഥികൾ പ്രക്ഷോഭത്തിൽ. SFIയുടെ നേതൃത്വത്തിൽ നിരാഹാര സമരം. ബസ് അപകടത്തിൽ സ്ത്രീ മരിച്ച സംഭവത്തിൽ ജില്ലാ പോലീസിന്റെ നടപടി. ബസിന്റെയും ഡ്രൈവറുടെയും പെർമിറ്റും ലൈസൻസും റദ്ദാക്കിയേക്കും. വളർത്തുപൂച്ചയുടെ പേരിൽ ആധാർ കാർഡ്. 2 പേർക്കെതിരെ കേസ്. KCN വാർത്തകൾ അവസാനിച്ചു. വിശദമായ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് www.kasaragodchannel.com സന്ദർശിക്കുക. നമസ്കാരം.